ഒരു പക്ഷേ അർജുൻ ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും തിരികെ എത്തുമെങ്കിൽ തിരികെ എത്തണം. അതിനുവേണ്ടി രക്ഷാദൗത്യം തുടരുക തന്നെ വേണം. അത് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് കേരള സമൂഹം ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിച്ചിരുന്നു. മാധ്യമങ്ങളടക്കം പുലർത്തിയിരുന്ന ജാഗ്രത, പ്രത്യേകിച്ച് ജൂലൈ 16 ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ മണിക്കൂറുകളിൽ തന്നെ ആ പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ, സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ പരിശോധന നടന്നുവെങ്കിലും അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അർജുനെ കാണാതായിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ തൊട്ടടുത്ത ദിവസം 18-ാം തീയതി പരാതിയുമായി എത്തുന്നു. അന്നു മുതൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ നൽകുന്നു. തൊട്ടടുത്ത ദിവസം ന്യൂസ് 18 വാർത്താ സംഘം ഷിരൂരിലേക്ക് എത്തുകയും ചെയ്തതാണ്. അവിടെ അർജുൻ ഉണ്ടാകും എന്ന പ്രതീക്ഷ. അർജുൻ്റെ വാഹനം ഷിരൂരിലെ റോട്ടിൽ ആ ദേശീയ പാതയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ അർജുൻ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ അപകടമുണ്ടായ, മണ്ണിടിച്ചിൽ ഉണ്ടായ ചായക്കടയുടെ പരിസരത്ത് തന്നെയായിരുന്നു നിർത്തിയിട്ടിരുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അതിനുശേഷം ആണ് അർജുനുമായുള്ള കോണ്ടാക്റ്റ് ഇല്ലാതായത്. ഇടയ്ക്കെപ്പോഴോ ഫോൺ ശബ്ദിച്ചിരുന്നു എന്നതുകൂടിയായിരുന്നു കുടുംബത്തിൻ്റെ പ്രതികരണമായി പുറത്തു വന്നത്. അതിനുശേഷം നടത്തിയ വിശ്രമമില്ലാത്ത പരിശോധനകൾ, തെരച്ചിലുകൾ തന്നെയാണ് നടന്നത്. എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ ദൗത്യത്തിന് പലപ്പോഴും വെല്ലുവിളി സൃഷ്ടിക്കുകയും അങ്ങനെ ദൗത്യം നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 വാർത്താ സംഘമടക്കം ഈ അപകട സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അർജുനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ ഉൾപ്പെടെ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. 71 ദിവസങ്ങൾ ഈ കാത്തിരിപ്പ് നീണ്ടു എന്നതാണ്. ആ സങ്കട കാത്തിരിപ്പിന് ആണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. അർജുൻ ഓടിച്ചിരുന്ന ലോറി, ഭാരത് ബെൻസിൻ്റെ ലോറി ദൗത്യസംഘം പുറത്തേക്ക് എത്തിച്ചു, ജലനിരപ്പിന് മുകളിലേക്ക് എത്തിച്ചു. ആ ക്യാബിൽ ആണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. അപ്പോഴും ഇനി ശാസ്ത്രീയമായ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമാണ് ഇത് അർജുൻ്റേത് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കുവാനുള്ള, അത് കുടുംബത്തിൻ്റെ കൂടി ആഗ്രഹപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ ആയിരിക്കും നടക്കുക. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിലും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം 71 ദിവസമായി ആ കുടുംബം അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു. അർജുനെ കാണാതായി എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുമ്പോൾ കുടുംബം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അർജുൻ അവിടെ തന്നെയുണ്ട്, അർജുനും ആ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് അർജുൻ്റെ കുടുംബം പറഞ്ഞിരുന്നു. അർജുൻ തിരികെ വരുമെന്ന വലിയ പ്രതീക്ഷ ആ കുടുംബം പുലർത്തിയിരുന്നു. മണ്ണിനടിയിൽ ഉണ്ട് എങ്കിൽ ഭാരത് ബെൻസ് പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള വാഹനമാണ്, അതിൽ അർജുൻ സുരക്ഷിതനായിരിക്കും എന്ന പ്രതീക്ഷയായിരുന്നു കുടുംബം പുലർത്തിയത്. ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ ആയിരുന്നു കടന്നുപോയത്. ദിവസങ്ങൾക്ക് ശേഷം ആ പ്രതീക്ഷ അറ്റുപോകുന്ന സാഹചര്യമുണ്ടാകുന്നു. അർജുൻ ഇനി തിരികെ വരില്ല എന്ന് അർജുൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ മാധ്യമങ്ങളോട് ഏറെ സങ്കടത്തോടെ ആണ് പ്രതികരിച്ചത്. അപ്പോഴും അർജുൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയണം എന്ന ആഗ്രഹം അവർ പുലർത്തിയിരുന്നു. അർജുൻ്റെ ശേഷിപ്പെങ്കിലും ലഭിക്കണം എന്ന ആഗ്രഹവുമാണ് കുടുംബാംഗങ്ങൾ പുലർത്തിയിരുന്നത്. അതിന് ആ കാത്തിരിപ്പിന് മാത്രമാണ് ഇപ്പോൾ വിരാമമാകുന്നത്. അർജുൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും മലയാളികൾക്കും ഒന്നടങ്കം കേരള സമൂഹത്തിനുമെല്ലാം ആശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് എന്നത് അതുമാത്രമാണ്. അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നു. ആ ക്യാബിനകത്ത് അർജുൻ്റെ മൃതദേഹം തന്നെ കണ്ടെത്തുകയും ചെയ്തു എന്നത് മാത്രമാണ് ആശ്വാസകരം. TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ജൂലൈ 16-ാം തീയതിയാണ് അപകടം ഉണ്ടാകുന്നത്. ആ അപകട സമയത്ത് ഒരിക്കലും അതിലൊരു മലയാളി പെട്ടുപോയിട്ടുണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ അപ്രതീക്ഷിതമായാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗത്തെ കാണാനില്ല, അർജുനെ കാണാതായിട്ടുണ്ട്, അർജുൻ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, അർജുൻ അവസാനമായി സംസാരിച്ചത് അവിടെ നിന്നാണ് എന്ന് പറയുന്നത്. അതിനുശേഷം ന്യൂസ് 18 വാർത്താ സംഘം ഉൾപ്പെടെ പ്രദേശത്ത് എത്തുന്നു. അർജുൻ എന്ന മലയാളി, നമ്മുടെ സഹോദരൻ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കർണാടക സർക്കാരിനെയും ദൗത്യസംഘത്തെയും ഒക്കെ അക്കാര്യം അറിയിക്കുന്നു. പിന്നീട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഏകോപനം നടക്കുന്നു. വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ച്
രക്ഷാദൗത്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ നിർത്തിവെച്ച രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നു. നേരത്തെ ലിൻഡോ MLA സൂചിപ്പിച്ചതുപോലെ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ ആണ് മറ്റു പലതും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത്, മറ്റു പലരെയും കണ്ടെത്താൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ ഇതാ അർജുനെയും കണ്ടെത്തുന്നു, അതും 71 ദിവസങ്ങൾക്ക് ശേഷം. വളരെ ദുർഘടമായ ദൗത്യം ആയിരുന്നില്ലേ? ഇപ്പോൾ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് നമുക്കിപ്പോഴും പറയാനാകില്ല. ലോകേഷ്, ജഗന്നാഥൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ 71 ദിവസം നീണ്ട കാത്തിരിപ്പ്. അഭിലാഷ്, തീർച്ചയായും ഇതൊരു ഏറ്റവും ദുർഘടമായ എന്നാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യത്തിന് പിന്നാലെ പോവുക എന്ന കടമ എല്ലാവരും ഒരുപോലെ നിർവഹിച്ച അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ദൗത്യം, അതിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. കാരണം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് 2 പേർക്കും എന്തു സംഭവിച്ചു എന്നതിൽ കൂടി വ്യക്തത വരുത്താനുണ്ട്. പക്ഷേ കൂടുതൽ വ്യക്തമാവുന്നത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള അനുമാനങ്ങൾ ശരിയാണോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കൂടി ഇതുവരെയുള്ള പുറത്തു വരുന്നു എന്നതാണ്. കാരണം വാഹനം ഇതിനുള്ളിലുണ്ട്, പുഴയുടെ അടിത്തട്ടിലാണ് എന്നതായിരുന്നു നമ്മുടെ നിഗമനം. പലപ്പോഴും ശാസ്ത്രീയ ഉപകരണങ്ങൾ കൊണ്ടുള്ള ചില കണ്ടെത്തലുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മേജർ ഇന്ദ്രബാലൻ്റെ ടീമൊക്കെ നടത്തിയതുപോലെ 4 പ്രധാന സാധ്യതാ പോയിന്റുകൾ അടയാളപ്പെടുത്തുക, അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക എന്നത്. പക്ഷേ ഈ ശാസ്ത്രീയത ഇത്തരത്തിൽ വിദഗ്ധർ പറയുമ്പോഴും അത് സത്യമാണോ എന്ന ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് സത്യമായിരുന്നു, വാഹനം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് സമാനതകളില്ലാത്തൊരു ദൗത്യമായി മാറുന്നത്. ഒപ്പം അഭിലാഷ്, ഈ ദൗത്യത്തിൻ്റെ ആദ്യ ദിനങ്ങൾ നമുക്കത് ഓർത്തെടുക്കുമ്പോൾ അറിയാം, ഈ ഇത്ര അധികം ദിവസം കടന്നുപോയപ്പോൾ നമുക്ക് മുന്നിലുണ്ടായിരുന്ന ആദ്യ മണിക്കൂറുകളിൽ അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരിക, അതിനുവേണ്ടി ദൗത്യം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക, അത്തരം സാധ്യത തേടലുകളായിരുന്നു. അങ്ങനെ അടിയിൽ വാഹനം കുടുങ്ങിക്കിടക്കുന്നു, ആ വാഹനത്തിനുള്ളിൽ അർജുനുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം മണ്ണെടുത്തു മാറ്റുക, അവിടെ നിന്നും വാഹനം പുറത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. കാരണം അപ്പോഴും എല്ലാവരും ആവർത്തിച്ച, ഈ വാഹനവുമായി അടുത്ത് പരിചയമുള്ളവരെല്ലാവരും ആവർത്തിച്ച ഒരു കാര്യം, മണ്ണിടിഞ്ഞു വീണാലും വാഹനത്തിൻ്റെ ക്യാബിന് ഒരു കേടുപാടും പറ്റില്ല, ക്യാബിനുള്ളിലാണ് അർജുൻ ഉള്ളതെങ്കിൽ അർജുൻ അവിടെ സുരക്ഷിതനായിരിക്കും എന്നതാണ്. ആ ഒരു സാധ്യത വെച്ച് നമ്മൾ അന്വേഷണം നടക്കുന്നു, പക്ഷേ കണ്ടെത്താനാവുന്നില്ല. അവശേഷിക്കുന്ന മണ്ണ് മാറ്റുന്നതിന് മുമ്പ് വീണ്ടും അവിടെ റഡാർ പരിശോധന നടത്തി. റഡാർ പരിശോധന പോലും ആർമിയുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തുമ്പോഴും കാര്യമായ ലോഹ സാന്നിധ്യം അങ്ങനെ അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല. കണ്ടെത്തിയ ഇടങ്ങൾ, ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ഇടങ്ങളിൽ നിന്ന് ലഭിച്ചതാവട്ടെ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയതുമില്ല. ഇതോടുകൂടി ഈ മണ്ണിനുള്ളിൽ ലോറി ഇല്ല എന്ന ഒരു ഉറപ്പ് വരുന്നു. അങ്ങനെയെങ്കിൽ ഇനി എവിടെ അർജുൻ എന്ന ചോദ്യമായി. അവശേഷിക്കുന്നത് ഈ നദിയോട് ചേർന്നുള്ള കരഭാഗമാണ്. അവിടെയും മണ്ണുമാറ്റിയുള്ള പരിശോധന നടക്കുന്നു. മണ്ണുമാറ്റി അവിടെയും പരിശോധന നടക്കുമ്പോഴും അവിടുന്നും കാര്യമായ ഒന്നും കണ്ടെത്താനാവുന്നില്ല. ഇതിനിടയിലാണ് ഈ പുഴയിലൂടെ ഒഴുകി നടക്കുന്ന രീതിയിൽ ചില മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. പല സാധ്യതകളും തേടിയുള്ള അന്വേഷണം ആ തരത്തിലും നടക്കുന്നു. ഏറ്റവും ഒടുവിലാണ് പുഴയുടെ അടിത്തട്ടിൽ തന്നെയാണ് വാഹനം. അങ്ങനെ 71 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ശ്രീ വസീഫ്, DYFI നേതാവ്, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ വസീഫ്, 71 ദിവസങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം. ഇനിയിപ്പോൾ ശാസ്ത്രീയമായ പരിശോധന മാത്രമാണ് ബാക്കിയുള്ളത്. അർജുൻ ഓടിച്ച വാഹനം കണ്ടെത്തുന്നു, ആ ക്യാബിനകത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. നേരത്തെ